അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എസ്പെറൻസയിലെ ഈ അസ്ൽബ മുഹൂർത്തത്തിൽ നിങ്ങളുമായി ലഹരിയിൽ കത്തിയമീഴുന്ന കൗമാരം ഇസ്ലാം ഇടപെടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തെ, വിശിഷ്യ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരി ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ്. വർണ്ണാഭമായ സ്വപ്നങ്ങളുമായി നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ട നമ്മുടെ കൗമാരക്കാർ ലഹരിയുടെ ഇരുണ്ട കയങ്ങളിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ ആ കാഴ്ച ഹൃദയഭേദകമാണ്. കേവലം ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാമൂഹികപരമായ പ്രശ്നമാണ്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. 13-18 വയസ്സുകൾക്കിടയിലുള്ള കുട്ടികളിലാണ് ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം, കഞ്ചാവ്, ഗുളികകൾ, സിന്തറ്റിക് ഡ്രഗ്സുകൾ എന്നിങ്ങനെ പല രൂപങ്ങളിലും ലഹരി നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കൂട്ടുകാരുടെ നിർബന്ധം, ആകാംക്ഷ, മാനസിക സമ്മർദ്ദം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ തുടങ്ങിയവെല്ലാം അവരെ ഈ ചതിക്കുയിലേക്ക് നയിക്കുന്നു. ഒരു പഠനമനുസരിച്ച് ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും 18 വയസ്സിന് താഴെയുള്ളവരാണെന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലഹരി ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും തകർക്കുന്നു. ഓർമ്മശക്തി കുറയ്ക്കുന്നു, പഠനത്തിൽ പിന്നോട്ട് പോകുന്നു, ഉറക്കമില്ലായ്മ എന്നിങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പിന്നീടത് ഗുരുതരമായ രോഗങ്ങളിലേക്കും മരണത്തിലേക്കും വരെ നയിക്കുന്നു. ഇതൊരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ലഹരി നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തിന്റെ സന്തോഷം കൂടിയാണ് ലഹരി ഇല്ലാതാക്കുന്നത്. സാമ്പത്തിക തകർച്ച, കുടുംബബന്ധങ്ങളിലെ വിള്ളലുകൾ, സാമൂഹിക ഒറ്റപ്പെടൽ തുടങ്ങിയവെല്ലാം ലഹരി കൊണ്ടുള്ള അനന്തരഫലങ്ങളാണ്. ക്രമസമാധാന പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നതിനും ലഹരി ഒരു പ്രധാന കാരണമാകുന്നു. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ ലഹരിയെ ഇസ്ലാം എങ്ങനെ സമീപിക്കുന്നു എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതായുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തെയും ബുദ്ധിക്കും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും ദോഷകരമായ എന്തിനേയും ഇസ്ലാം വ്യക്തമായി വിലക്കുന്നുണ്ട്. ഖുർആനുകളിലും മറ്റു ഹദീസുകളിലുമെല്ലാം ഇസ്ലാമിൻ ലഹരിയെ ശക്തമായി വിലക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആനിലെ അൽ മാഇദ അധ്യായത്തിലെ 90-ാമത് സൂക്തത്തിൽ പറയുന്നതായി കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖമറു വൽ മൈസർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, വിഗ്രഹങ്ങൾ, ഭാഗ്യച്ചീട്ടുകൾ തുടങ്ങിയവ ശൈത്താന്റെ മലിനമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കും. ഈ ആയത്ത് ലഹരിയെ വ്യക്തമായി വിലക്കുകയും അത് ശൈത്താന്റെ മലിനമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്നും സമൂഹത്തിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതുമാണെന്ന് പറയുന്നു. നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന ഒരു മ്ലേച്ഛ വസ്തുവായാണ് ഇസ്ലാം ലഹരിയെ കാണുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്, കൂടാതെ ലഹരി ഉപയോഗിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിൽ കൂട്ടുനിൽക്കുന്നവനെയും ശപിക്കപ്പെട്ടു എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. ഇസ്ലാം ലഹരി വിലക്കുന്നത് കേവലം നിയമമെന്നതിലുപരി ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും കുടുംബത്തെയും ആരോഗ്യത്തെയും ബുദ്ധിയെയും സമൂഹത്തെയും സംരക്ഷിക്കാനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ബുദ്ധിയെ ലഹരി തടയുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇതുമൂലം മനുഷ്യ ശരീരത്തെയും അവയവങ്ങളെയും ആരോഗ്യത്തെയും നശിപ്പിച്ച് ശരിയായ തീരുമാനം എടുക്കുന്നതിൽ തടയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് ലഹരിയുടെ കെണിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
എസ്പെറൻസയിലെ ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളുമായി ലഹരിയിൽ കത്തിയമേഴുന്ന കൗമാരം ഇസ്ലാം ഇടപെടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തെ, വിശിഷ്യ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരി ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ്. വർണ്ണാഭമായ സ്വപ്നങ്ങളുമായി നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ട നമ്മുടെ കൗമാരക്കാർ ലഹരിയുടെ ഇരുണ്ട കയങ്ങളിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ ആ കാഴ്ച ഹൃദയഭേദകമാണ്. കേവലം ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാമൂഹികപരമായ പ്രശ്നമാണ്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. 13-18 വയസ്സുകൾക്കിടയിലുള്ള കുട്ടികളിലാണ് ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം, കഞ്ചാവ്, ഗുളികകൾ, സിന്തറ്റിക് ഡ്രഗ്സുകൾ എന്നിങ്ങനെ പല രൂപങ്ങളിലും ലഹരി നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കൂട്ടുകാരുടെ നിർബന്ധം, ആകാംക്ഷ, മാനസിക സമ്മർദ്ദം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ തുടങ്ങിയവയെല്ലാം അവരെ ഈ ചതിക്കുയിലേക്ക് നയിക്കുന്നു. ഒരു പഠനമനുസരിച്ച് ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും 18 വയസ്സിന് താഴെയുള്ളവരാണെന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലഹരി ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും തകർക്കുന്നു. ഓർമ്മശക്തി കുറയ്ക്കുന്നു, പഠനത്തിൽ പിന്നോട്ട് പോകുന്നു, ഉറക്കമില്ലായ്മ എന്നിങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പിന്നീടത് ഗുരുതരമായ രോഗങ്ങളിലേക്കും മരണത്തിലേക്കും വരെ നയിക്കുന്നു. ഇതൊരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ലഹരി നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തിന്റെ സന്തോഷം കൂടിയാണ് ലഹരി ഇല്ലാതാക്കുന്നത്. സാമ്പത്തിക തകർച്ച, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, സാമൂഹിക ഒറ്റപ്പെടൽ തുടങ്ങിയവയെല്ലാം ലഹരി കൊണ്ടുള്ള അനന്തരഫലങ്ങളാണ്. ക്രമസമാധാന പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നതിനും ലഹരി ഒരു പ്രധാന കാരണമാകുന്നു. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ ലഹരിയെ ഇസ്ലാം എങ്ങനെ സമീപിക്കുന്നു എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതായുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തെയും ബുദ്ധിക്കും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും ദോഷകരമായ എന്തിനേയും ഇസ്ലാം വ്യക്തമായി വിലക്കുന്നുണ്ട്. ഖുർആനുകളിലും മറ്റു ഹദീസുകളിലുമെല്ലാം ഇസ്ലാമിൻ ലഹരിയെ ശക്തമായി വിലക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആനിലെ അൽ-മാഇദ അധ്യായത്തിലെ 90-ാമത് സൂക്തത്തിൽ പറയുന്നതായി കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖമറു വൽ മൈസർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, വിഗ്രഹങ്ങൾ, ഭാഗ്യച്ചീട്ടുകൾ തുടങ്ങിയവ ശൈത്താന്റെ മലിനമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കും. ഈ ആയത്ത് ലഹരിയെ വ്യക്തമായി വിലക്കുകയും അത് ശൈത്താന്റെ മലിനമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്നും സമൂഹത്തിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതുമാണെന്ന് പറയുന്നു. നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന ഒരു മ്ലേച്ഛ വസ്തുവായാണ് ഇസ്ലാം ലഹരിയെ കാണുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്, കൂടാതെ ലഹരി ഉപയോഗിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിൽ കൂട്ടുനിൽക്കുന്നവനെയും ശപിക്കപ്പെട്ടു എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. ഇസ്ലാം ലഹരിയെ വിലക്കുന്നത് കേവലം നിയമമെന്നതിലുപരി ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും കുടുംബത്തെയും ആരോഗ്യത്തെയും ബുദ്ധിയെയും സമൂഹത്തെയും സംരക്ഷിക്കാനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ബുദ്ധിയെ ലഹരി തടയുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇതുമൂലം മനുഷ്യ ശരീരത്തെയും അവയവങ്ങളെയും ആരോഗ്യത്തെയും നശിപ്പിച്ച് ശരിയായ തീരുമാനം എടുക്കുന്നതിന് തടയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് ലഹരിയുടെ കെണിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.